കൈരളി ന്യൂസിനെതിരെ വ്യാജ പ്രചാരണവുമായി സംഘപരിവാർ. തൃശൂർ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടം കൈരളി ക്യാമറാമാൻ തട്ടിയിട്ടുവെന്ന് സംഘപരിവാറിന്റെ നുണപ്രചാരണം. കൈരളി വാർത്താ സംഘത്തിലെ ആരും പങ്കെടുക്കാത്ത പരിപാടിയെക്കുറിച്ചാണ് വ്യാജ പ്രചാരണം ഇപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ തൃശൂരിൽ നിന്നും തിയോഫിൻ ചേരുന്നുണ്ട്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും മനു മാടപ്പാട്ടും കൂടുതൽ വിവരങ്ങളുമായി ചേരും. ആദ്യം തിയോഫിനിലേക്കാണ്. തിയോഫിൻ, കൈരളിയുടെ തൃശൂർ വാർത്താ സംഘം ഒരു നിലയ്ക്കും പങ്കെടുക്കാത്ത, പരിസരത്ത് പോലും ഇല്ലാത്തൊരു പരിപാടിയെക്കുറിച്ച് ബി.ജെ.പിയുടെ തന്നെ ചില പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്ന് തുടക്കമിട്ട വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ സംഘപരിവാർ ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ തൃശൂർ ബ്യൂറോയ്ക്ക് പറയാനുള്ളത് തന്നെയാണ് ആദ്യം പൊതുജനങ്ങൾക്ക് കേൾക്കേണ്ടതും. കാവ്യ, തൃശ്ശൂരിൽ ഇത്തരമൊരു പരിപാടിക്ക് വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകേണ്ടിയിരുന്ന ആൾ ഞാനും എൻ്റെ ഈ ക്യാമറയ്ക്ക് പിന്നിലുള്ള ക്യാമറാമാൻ പി സലീമുമാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അതിന് കാരണമുണ്ട്. ഈ പരിപാടി നമ്മളെ അറിയിക്കുകയോ ഇതിനായി നമ്മളെ ക്ഷണിക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം ഇതൊരു സ്വകാര്യ പരിപാടിയായിരുന്നു. തീർത്തും സ്വകാര്യ പരിപാടിയായിട്ടാണ് അത് നടത്തിയത്. പക്ഷേ മറ്റു ചില മാധ്യമങ്ങൾ, അതായത് സുരേഷ് ഗോപിയെയും ബി.ജെ.പിയെയും അനുകൂലിക്കുന്ന മാധ്യമങ്ങളെ അവർ വിളിച്ചിരുന്നു. നമ്മളെ വിളിച്ചില്ല, അതുകൊണ്ട് നമ്മൾ പോയില്ല. എന്നാൽ പൊതുപരിപാടികളാണെങ്കിൽ പലപ്പോഴും അത് ബി.ജെ.പി എന്ന് തന്നെയല്ല, ആരുടെയാണെങ്കിലും പൊതുപരിപാടികളുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രത്യേകം വിളിച്ചില്ലെങ്കിലും നമ്മളത് കവർ ചെയ്യാനായി പോകാറുണ്ട്, വാർത്താ പ്രാധാന്യമുള്ള ഒരു വാർത്തകളാണെങ്കിൽ. ഇവിടെ നമ്മളെ സംബന്ധിച്ച് അതിനൊരു വാർത്താ പ്രാധാന്യം നമുക്കതുണ്ടായിരുന്നില്ല. കാരണം തീർത്തും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു. ആ ഒരു പരിപാടിക്ക് വേണ്ടി ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്ത നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ രാഷ്ട്രീയമായിരുന്നു. അതായത് തൃശ്ശൂരിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സുരേഷ് ഗോപി തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് അത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തത്. തൃശ്ശൂർ ഈ ലൂർദ് പള്ളിയിൽ മാതാവിനൊരു കിരീടം സമർപ്പിച്ചുകൊണ്ട് പള്ളിയുടെയും പള്ളി ഭരണാധികാരികൾ സഭയുടെ പിന്തുണ നേടുക, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നേടിയെടുക്കുക, കൂടുതൽ വോട്ടുകൾ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. പേര് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി വിശ്വാസത്തിൻ്റെ ഭാഗമായി ക്രിസ്ത്യൻ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു എന്നതാണ്. അത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തീർത്തും അതിൻ്റെ ഒരു സ്വകാര്യ നേട്ടമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ആ ഒരു പദ്ധതിയോടുകൂടി ആസൂത്രണം ചെയ്തതാണ്. ഇതിനാണ് നമ്മളെ വിളിച്ചിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ പോയിരുന്നതുമില്ല. തന്നെയുമല്ല, ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് നമ്മളത് ഇതിൽ പങ്കെടുക്കാതിരുന്നത്. നമ്മൾ ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല, ആ ക്ഷേത്രത്തിനടുത്ത് പോലും ഉണ്ടായിരുന്നില്ല. മറ്റൊരു പരിപാടി കവർ ചെയ്യാനാണ്, മറ്റൊരു വാർത്ത എടുക്കാൻ വേണ്ടി പോയതായിരുന്നു നമ്മൾ. അത് ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കൂൾ ഗ്രൗണ്ടിലെ മുഴുവൻ മരങ്ങളും വെട്ടിക്കളഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു നമ്മൾ അന്ന് പോയിരുന്നത്. ഇതേ സമയം തന്നെ നമുക്കന്ന് വേറെയും വാർത്തകൾ എടുക്കാനുണ്ടായിരുന്നു. ഈ പ്രദേശത്തെങ്ങും, അതായത് ഈ ലൂർദ് പള്ളിയുടെ അടുത്തോ തൃശ്ശൂർ നഗരത്തിൽ ആ പ്രദേശത്ത് പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ.